ഉണ്ട്. ചിലത് അങ്ങനെ വരാറുണ്ട്. ചില ആൾക്കാരെന്ന് വെച്ചാൽ അവര് റിജക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. ദേ ഇതുകൊണ്ട് ഹാവ് ബീൻ ഡിവോഴ്സ്ഡ് ബിക്കോസ് അവരുടെ ബ്രസ്റ്റിന് സൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ്. ദേ ഹാവ് ബീൻ ഡിവോഴ്സ്ഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. ചില സമയത്ത് ഭർത്താവ് വേറെ ആൾക്കാരോട് പോവാറുണ്ട്. ചില സമയത്ത് അവരുടെ എന്താ പറയുന്നത്, അവർക്ക് ഭയങ്കര സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാക്കുന്ന ഇതാണ്. എസ്പെഷ്യലി ആഫ്റ്റർ സം ടൈം. ഇപ്പം ഒരു 1-2 ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് സാഗിങ് ബ്രസ്റ്റ് ഒക്കെ ആണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സൈക്കോളജിക്കൽ ട്രോമ ഉണ്ടാവുന്നതുണ്ട്. ചില ആൾക്കാർ ഭയങ്കര ഭർത്താക്കന്മാരുടെ ഭയങ്കര വിയേർഡ് റിക്വസ്റ്റ് ഒക്കെ ആയിരിക്കും. അങ്ങനെയും ആൾക്കാർ വരാറുണ്ട്. വിയേർഡ് റിക്വസ്റ്റ് സച്ച് ആസ്? വിയേർഡ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഇവർ വേറെ ഓരോ ഫിലിംസ് ഒക്കെ കണ്ടിട്ട് അവർ എന്താ വലിയ ബ്രസ്റ്റുള്ള സ്ത്രീകളിനെ പോൺ ഫിലിംസ് കാണിച്ചത്, ഒക്കെ കണ്ടിട്ട്. അതെ, അങ്ങനെയൊക്കെ കണ്ടിട്ട് ദെൻ ദേ വിൽ റിക്വയർ അവരുടെ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വൈഫിന് ഇൻസെക്യൂരിറ്റി വരുന്നു. അപ്പോൾ വൈഫിന് അത് കൂട്ടണം എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങനെയും വരാറുണ്ട്. അതൊക്കെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് യു സീ ദാറ്റ് ബിക്കോസ് ദേ വിൽ ബി, ഞാൻ പറഞ്ഞില്ല, അവരുടെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആണെന്ന് വെച്ചാൽ യു ഹവ് ടു ജഡ്ജ് വെരി കെയർഫുള്ളി. യു ഹവ് ടു സീ അവരുടെ ഫാമിലി സിറ്റുവേഷൻ. യു ഷുഡ് ബി ഏബിൾ ടു അസസ് ദാറ്റ് ആൻഡ് ദെൻ യു ഹവ് ടു ടേക്ക് എ കോൾ വെദർ യു ഷുഡ് ഡു ഇറ്റ് ഓർ നോട്ട്. പിന്നെ ദർ ആർ ഇംപ്ലാന്റ്സ് ഫോർ ഡൂയിങ് ഇറ്റ്. അങ്ങനത്തെ ഇംപ്ലാന്റ്സ് അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ഇംപ്ലാന്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷെ അതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് വരുത്തിക്കേണ്ടി വരും. ഇമ്പോർട്ട് ചെയ്ത് വരുത്തിക്കേണ്ടി വരും. എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ബട്ട് അതൊന്നും ഇന്ത്യയിൽ വെക്കുന്ന സാധനങ്ങളല്ല. അപ്പോൾ അത് നമ്മൾ ഇന്ന സാധനമാണെന്ന് വെച്ചാൽ ദെൻ അവർ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് അവിടെ നിന്ന്, എന്താ വെച്ചാൽ വേൾഡിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഈ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറീസ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ സാധാരണ ഇംപ്ലാന്റ്സ് വെക്കുക എന്നുള്ളതാണല്ലോ. ഇംപ്ലാന്റ്സ് മാത്രമല്ല, ഫാറ്റ് ചെയ്യാറുണ്ട്. ഫാറ്റ് ചെയ്യാന്നുണ്ടല്ലോ. ഇതിന് ശരിക്കും ഫീൽ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. 100% ഫീൽ ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ ഇംപ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. എന്താ പറയുന്ന 5th ജനറേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ 6th ജനറേഷനും വന്നിട്ടുണ്ട്. 5th ജനറേഷനൊക്കെ നിങ്ങൾ വെച്ചു വെച്ചാൽ നിങ്ങൾക്ക് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ഐഡന്റിഫൈ ദാറ്റ് യു ഹാവ് ഹാഡ് എ ഇംപ്ലാന്റ്. അല്ലെങ്കിൽ യു ഷുഡ് ബി എ പേഴ്സൺ ഹൂ നോസ് ബ്രസ്റ്റ് ഇംപ്ലാന്റ്സ്. അങ്ങനെയാണെന്ന് വെച്ചാൽ യു വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ. അല്ലാതെ വെരി ഡിഫിക്കൽട്ട് ഐഡന്റിഫൈ. ഇതിന് ബ്രസ്റ്റ് ഇംപ്ലാന്റ്സിനും അല്ലെങ്കിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റിനും ഈ ലൈംഗികതയുമായിട്ടും കൂടിയിട്ടാണല്ലോ ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങളിലെ വലിപ്പം കൂട്ടുന്നതും ആ സ്ഥലങ്ങൾക്കൊരു എന്താ പറയാ സൗന്ദര്യാത്മകമായിട്ടൊരു ഭംഗിയല്ല, ഈ പറഞ്ഞ പോലെ ലൈംഗിക വീഴ്ചയിൽ അതിനൊരു ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയി വരുന്ന അവസ്ഥകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിട്ട് വരുന്ന ദമ്പതികളുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ അവര് തുറന്ന് സംസാരിക്കുക ഡോക്ടറുടെ അടുത്ത്? അല്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ സംസാരിക്കും എന്ന് വെച്ചാൽ യൂഷ്വലി. ആൻഡ് അത് ആ കാര്യങ്ങൾ ഐ വിൽ നോട്ട് റിവീൽ എനിവേ, ബിക്കോസ് ദാറ്റ് ഈസ് പേഴ്സണൽ ബിറ്റ്വീൻ മീ ആൻഡ് മൈ പേഷ്യന്റ്. ഐ കനോട്ട് റിവീൽ അങ്ങനത്തെ കാര്യങ്ങൾ. ബട്ട് ദർ ആർ പീപ്പിൾ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. പലപ്പോഴും ഭാര്യയും ഭർത്താവുമായിട്ട് വരുന്നുണ്ടായിരിക്കും. സംടൈംസ് ആക്ച്വലി ഹസ്ബൻഡ്സ് ഓൾസോ വിൽ ബി, എനിക്കറിയില്ല എന്താ കാര്യം, ബട്ട് ആൾക്ക് ഭയങ്കര ഇതാണ്. പിന്നെ വോട്ട് ടു ഡു. ഇപ്പം അവരുടെ ആഗ്രഹം അങ്ങനെയാണെന്ന് വെച്ചാൽ, സി ദ തിങ് ഇസ്, പല ആൾക്കാരും എസ്പെഷ്യലി ബിഫോർ ചൈൽഡ് ബർത്ത് ബ്രസ്റ്റ് ഫീഡിങ്. ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ എസ്പെഷ്യലി മലയാളീസും മിക്കവാറും ആൾക്കാർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മെനി പീപ്പിൾ വോണ്ട് ടു ഗെറ്റ് സം ചേഞ്ചസ് ഡൺ. ബട്ട് അത് വെരി അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും ഞാൻ പറയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഓരോ ആൾക്കാർക്കും ഓക്കെ, ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു, വൈ നോട്ട്, അങ്ങനെ ആക്കാൻ പറ്റുകയാണെങ്കിൽ വൈ നോട്ട്. സോ ദെൻ യു ഹെൽപ് ദം ഔട്ട്. ഫൈൻ. ഇപ്പൊ ഒരു ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സർജറിയോ അല്ലെങ്കിൽ റിഡക്ഷൻ സർജറിയോ ചെയ്തത് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ ബാധിക്കോ? ഇല്ല. ഫൈൻ. ആ പ്രോസസ്സിനെ ബ്രസ്റ്റ് റിഡക്ഷൻ ബാധിക്കാം. കാര്യം വെച്ചാൽ ബ്രസ്റ്റ് റിഡക്ഷനിൽ വോളിയം കുറയ്ക്കല്ലേ. അപ്പോൾ അത് നമ്മൾ അപ്പ് ഫ്രണ്ട് നമ്മൾ ചോദിക്കും. അതായത് ഏജ് വെച്ചിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ചില ഇതിപ്പം അൺമാരിഡ് കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ മാരിഡ് ബട്ട് നോട്ട് യെറ്റ് കുട്ടികൾ ഉണ്ടായിട്ടില്ല, അല്ല ഇനിയും കുട്ടികൾ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ വെച്ചാൽ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മൾ അവരുടെ അടുത്ത് പറയും, ഇതാണ് ഇഷ്യൂ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ചിലപ്പോൾ നമുക്ക് 30% ഉണ്ടാവുള്ളൂ. ഗ്ലാൻസ് നമ്മൾ 70%, അവരുടെ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് നമ്മൾ പോകാൻ 70% ഗ്ലാൻസ് എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരാം. പിന്നെ ഓൾവേസ് നമ്മൾ റിഡക്ഷൻ്റെ സമയത്ത് വി ടെൽ ദം വാണ്ട് ദം അബൌട്ട് സെൻസേഷൻ ചിലപ്പോൾ കുറയാം. ബ്ലണ്ടിങ് ഓഫ് സെൻസേഷൻ കുറച്ച് വികാരങ്ങൾ കുറയും.
അല്ല അവിടെ തൊടുന്ന സമയത്ത് സ്പർശന ഇത് കുറച്ച് കുറയും. ഓ ഹോ ഹോ അങ്ങനെ അവരുടെ അടുത്ത് അപ്പോൾ പറയും. ഓ സെൻസേഷൻ മാത്രമാണ്, അല്ലാണ്ട് വേറെ വികാരങ്ങളൊന്നുമല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാം. വി ഡോണ്ട് നോ. അത് ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഓക്കെ അപ്പം അപ്പം ഫീഡിങ് വേണമെന്ന് വെച്ചാൽ അതിന് വേറെ ടൈപ്പ് സർജറീസ് ഉണ്ട്, ബ്രസ്റ്റ് റിഡക്ഷൻസ് ചെയ്യാം. അപ്പോൾ വോളിയം കുറയ്ക്കാണ്ട്, അധികം വോളിയം കുറയ്ക്കില്ല, പക്ഷേ അതേസമയത്ത് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതിപ്പോ ഒരിടയ്ക്ക് സർജറിയെ വേണ്ടാതെ ഇതിനുള്ള റെമഡീസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, അത് എത്രമാത്രം? ബ്രസ്റ്റ് റിഡക്ഷന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബ്രസ്റ്റ് റിഡക്ഷന് സർജറീസ് ഇല്ലാണ്ട് നമുക്കത് ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. എൻലാർജ്മെന്റിന് സർജറീസ് ഇല്ലാതെ പോസിബിൾ ആണ് അല്ലേ? അതിനകത്തും മേജർ സർജറീസ് ഇല്ലാണ്ട് നമുക്കിപ്പോൾ ഫില്ലേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത് എത്ര കാലം ഇത് നിലനിൽക്കും? അല്ലെങ്കിൽ ഇതിനൊരു ഇടയ്ക്കിടയ്ക്ക് ഒരു അഡീഷൻസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും രീതിയിലൊരു ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ബോട്ടോക്സിനൊക്കെ, ബോട്ടോക്സ് സർജറീസിന് നമ്മൾ ജനിക്കുന്ന ദിവസം, നമ്മൾ ജനിച്ച ദിവസം ഉണ്ടല്ലോ, ആ ദിവസം മുതൽക്ക് യു ഹാവ് സ്റ്റാർട്ടിങ് യുവർ ഏജിങ് പ്രോസസ്. ഓക്കെ. ഏജിങ് എന്തായാലും നമ്മുടെ കൂടപ്പുറപ്പാണ്, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ ഇപ്പോൾ ചെയ്തു എന്ന് വെച്ചാലും അതൊരു ചെറിയൊരു ബ്രേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ചെറിയൊരു റിവേഴ്സൽ, ഒരു കുറച്ച് അടികൾ പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് വീണ്ടും നമ്മൾ സ്റ്റാർട്ടാക്കുകയാണ്. അപ്പോൾ അത് രീതിയിൽ അപ്പോൾ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, റിന്യൂ ചെയ്യേണ്ടി വരും. ബോട്ടോക്സിൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ 4 months, മാക്സിമം 6 months ആണ് അതിൻ്റെ ലൈഫ് ഉള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ചില കണ്ടീഷനിൽ, സേ ഫോർ എക്സാമ്പിൾ ബോട്ടോക്സ് നമ്മൾ കൈപ്പത്തിയുടെയും അല്ല നെറ്റിയുടെയും ഇവിടെയൊക്കെ കക്ഷത്തൊക്കെ ഈ ഹൈപ്പർ ഹൈഡ്രോസിസ്, അതായത് വേർപ്പ് വരുന്ന ഇതുണ്ട്, അതിനകത്ത് നമ്മൾ ബോട്ടോക്സ് ഇഞ്ചെക്ട് ചെയ്യാറുണ്ട്. അവിടെ ബോട്ടോക്സ് ഇഞ്ചെക്ട് ചെയ്യുന്ന സമയത്ത് അതിന് 8 months വരെ ലൈഫ് കിട്ടും. അപ്പോൾ അത് ഓരോ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ 8 months കഴിഞ്ഞ് ഇതിന്റെ എഫക്റ്റ് പോവും? അതിന് എഫക്റ്റ് പോകും. അത് പെർമനന്റ് സാധനമല്ല. ഫില്ലേഴ്സിൽ തന്നെ ഒരു 5-8 ടൈപ്പ് ഫില്ലേഴ്സ് ഉണ്ട്. അതിനകത്ത് ഓരോ ടൈപ്പ് ഫില്ലറിനും ഓരോ ലൈഫാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് സാധനം സ്കിന്നിൻ്റെ മുകളിൽ ചെയ്യുന്ന സാധനം, ഇറ്റ് ഇസ് ഗോട്ട് ലൈഫ് ഫുള്ളി അറൗണ്ട് 9 months. അതേ സമയത്ത് നമ്മൾ ഡീപ്പ് ബോണിൻ്റെ മുകളിൽ ചെയ്യുന്ന ഫില്ലേഴ്സ് ഉണ്ട്. അതാണ് ഏറ്റവും മാക്സിമം ക്രോസ് ലിങ്കിങ്ങും മാക്സിമം ടൈറ്റ്നെസ്സും ഉള്ള സാധനം. അതിനൊക്കെയാണെന്ന് വെച്ചാൽ എൻഡ് ഓഫ് 2 years 50% വിൽ ബി റിമൈനിങ്. അപ്പോൾ അതിനകത്ത് മാക്സിമം ലൈഫ് വരുന്നത്. പിന്നെ ചലനം കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തു എന്ന് വെച്ചാൽ ആയുസ് കുറവായിരിക്കും. അതായത് നമ്മൾ കൺബോള എപ്പോഴും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺബോളയുടെ അടിയിലത്തെ നമ്മൾ ഇത് ചെയ്തു വെച്ചാൽ ഇറ്റ് ഇസ് ഗോട്ട് ആൻഡ് ഒന്നത് സോഫ്റ്റ് ഫില്ലറാണ്. അപ്പോൾ അതിൻ്റെ ലൈഫ് കുറച്ചും കൂടി കുറവായിരിക്കും. ഇറ്റ് പ്രോബബ്ലി ഒരു 14 months to 18 months ആയിരിക്കും അതിൻ്റെ ലൈഫ് ഉണ്ടാവുന്നത്. ലിപ്പിലും അതുപോലെ തന്നെ നമ്മളൊരു 14 months to 18 months നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ലിപ്പിൽ നമ്മൾ കുറച്ചുകൂടി തിക്കറായിട്ടുള്ള സാധനം ഇടും. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്ട്സിൽ വ്യത്യാസമുണ്ട്. ജോ ലൈനിൽ ചെയ്യുന്ന ഫില്ലേഴ്സ് എലാസ്റ്റിക് ഫില്ലേഴ്സ് ആണ്. അതായത് അതിനകത്ത് കുറേ എലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. കാരണം വെച്ചാൽ മുഖത്തുള്ള only bone that moves in your face is the mandible. ഈ താടിയുടെ എല്ല് മാത്രമേ ചലിക്കുള്ളൂ. അപ്പോൾ അവിടെ ഇടുന്ന സാധനം എപ്പോഴും മൂവ്മെന്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഫില്ലേഴ്സിന്റെ പ്രോപ്പർട്ടി ഈസ് മോർ എലാസ്റ്റിക്. അങ്ങനെ